എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. ഇരുന്നോളൂ. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. യോഗ മാറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇരുന്നാൽ മതി. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നേ. റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ ചിമ്മുദ്ര വയ്ക്കാം. രണ്ട് കൈ ചിമ്മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ ടച്ച് ചെയ്ത് വയ്ക്കാം. നമ്മൾ സൂപ്പർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ്. നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ ടച്ച് ചെയ്ത് കാലിൻ്റെ പുറത്തേക്ക് വെച്ച് രണ്ട് കാലിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. നട്ടലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ച് ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും കണ്ണടച്ചിരുന്ന് നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. നമസ്കാരം മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ച് ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ചിണ്ടാവും, താടി താഴ്ത്തുക, താടി ഉയർത്തുക, ഉള്ളം കൈ നന്നായിട്ട് കൂടി തിരുമുക. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വെച്ച് മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണ് തുറന്ന് നോക്കിയേ. സാവധാനം തിരിച്ചു വരാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾക്ക് ഒരാഴ്ചത്തെ യോഗയുടെ ഫ്രീ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ യോഗയുടെ ഫ്രീ ക്ലാസ്സിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ്. ഈ ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ് ഇന്ന് തുടങ്ങി വരുന്ന ഞായറാഴ്ച വരെയാണ് നടക്കുന്നത്. പറ്റുന്ന എല്ലാവരും മാക്സിമം എല്ലാ ക്ലാസ്സിനും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ആഴ്ച കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ യോഗയിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരാഴ്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ കാലിൻ്റെ ഉപ്പിറ്റ് വേദനയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മെൻ്റലി ചെറിയ റിലാക്സേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെമോ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച് ശ്രമിക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ഒന്ന് ചെയ്തേ. ശ്വാസം എടുത്ത് രണ്ട് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. ശ്വാസം എടുത്ത് കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുക്കുമ്പോൾ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തിരിച്ചു വരണം. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന എല്ലാവരും. രണ്ട് കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുക. നെഞ്ചിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. Breathing, breathe out, breathing, breathe out. ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തുക. Breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. എല്ലാവരും റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. വലത് കൈ ശ്വാസം എടുത്ത് ഉയർത്തിയ വലത് കൈ ശ്വാസം എടുത്ത് ഉയർത്തുക. ചെവിയോട് ചേർത്ത് വെച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഒന്ന് ഓപ്പോസൈഡിലോട്ട് ചരിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓപ്പോസിറ്റ്. ഇടത് കൈ ശ്വാസം എടുത്ത് ഉയർത്തിയേ. ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഗുഡ് സ്റ്റേ. 1
2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. സാവധാനം കണ്ണു തുറക്കുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്തേ. കാലൊന്ന് നീട്ടിയിടാം. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. കാലൊന്ന് അനക്കി കൊടുത്ത് 1 2 3. കാലിലൂടെ ഭാഗനൊക്കെ 1 2 3 1 2 3. കാലിലൂടെ ഭാഗനൊക്കെ 1 2 3. രണ്ട് കാല് ചേർത്ത് വെച്ച് രണ്ട് കാലം ഒരുമിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. റിലാക്സ് എന്ന് പറയുമ്പോൾ രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല പുറകിലേക്ക് വെച്ച് ഇന്ന് കണ്ണടച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് ഇടുന്നതും ശ്രദ്ധിച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കാൽമുട്ട് വേദന മാറേണ്ട എക്സസൈസ് ആണ് ചെയ്യുന്നത്. കാലിൻ്റെ മുട്ട് വേദന മാറാനുള്ള 1. ഓരോ കാലം ഒന്ന് മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർക്കുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2. എല്ലാവരും ചെയ്ത് നന്നായിട്ട് ചെയ്ത് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. വലത് കാലം മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് ചെയ്ത ഇടത് കാലം മടക്കി മാക്സിമം വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് നീട്ടിയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പോസ്റ്ററാണ്. ഇനി പറ്റുന്ന എല്ലാവരും രണ്ട് കാലം ചേർത്ത് വയ്ക്കുക. രണ്ട് കാലം ഒരുമിച്ച് മടക്കിയ 1 2 1 2 1 2 1 2. എല്ലാവരും നന്നായിട്ട് ചെയ്ത് 1 2 1 2 1 2. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ച് രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചക്ക് ചലാസനയാണ് ചെയ്യുന്നത്. നമ്മുടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പീരീഡ് സമയത്തുള്ള പെയിൻ മാറുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു 6 മാസം കറക്റ്റായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പീരീഡ് സമയത്തുള്ള പെയിൻ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ നമുക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ PCOD അതുപോലെ യൂറിനറി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന യോഗയിൽ ലേഡീസിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും നിർബന്ധമായിട്ട് ഈ പോസ്റ്റർ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്ററാണ്. രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ ഇങ്ങനെ ലോക്ക് ചെയ്തേ. അരി ആട്ടുന്നത് പോലെ റൊട്ടേറ്റ് ചെയ്യുക. 1 2 ചെയ്ത എല്ലാവരും. 3 4 5 6. Opposite. 1 2 3 4 5
6. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്ത് തല പുറകിലേക്ക് വെച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. സാധാരണ തിരിച്ചു വരാം. ബട്ടർഫ്ലൈയിലോട്ട് വന്ന് എല്ലാവരും രണ്ട് കാലിൻ്റെ അടിഭാഗം തമ്മിൽ കൂട്ടി വയ്ക്കുക. കൈ കൊണ്ട് അടിയിലൂടെ ലോക്ക് ചെയ്യുക. ഫ്ലൈ ചെയ്ത് കൊടുക്കുക പറ്റുന്നത് പോലെ. 1 2 3 4 5 6 7 8 9 10. ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തത്. 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്ത് 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് വരുത്താൻ നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ മുന്നിലേക്ക് കൈകൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ തിരിച്ചു വരാം. ഇവിടെ ചെയ്താൽ നന്നായിട്ട് ഫ്ലൈ ചെയ്ത് കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്തേ. 1 2 3 4. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് വരുത്താൻ നന്നായിട്ട് ശ്വാസം എടുത്ത് സാധാരണ മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്ന്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ തിരിച്ചു വരാം. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്തേ. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. കാലൊക്കെ ഒന്ന് അനക്കി കൊടുത്തേ. 1 2 3. കാലിൻ്റെ ഭാഗമൊക്കെ 1 2 3. ഗുഡ്. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനം ചെയ്യാൻ പോകുന്നത്. ജാനു ശീർഷാസനയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ദൂരം നടക്കുമ്പോൾ നമ്മുടെ കാലിന് നല്ലൊരു ബലം ഉണ്ടാവും. ആ ഒരു ബലം ഉണ്ടാവും. വെരിക്കോസ് വെയിൻ മാറുന്നതിന് സഹായിക്കുന്നുണ്ട്. കാലിൻ്റെ മരവിപ്പ്, അതുപോലെ രാത്രി വാങ്ങി കിടക്കുമ്പോൾ ഈ തൂക്ക് ചതയുണ്ടല്ലോ, മസിൽസൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കത് മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. വെരിക്കോസ് വെയിൻ മാറുന്നതിന് സഹായിക്കുന്നുണ്ട്. വാദത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓടിച്ചാടി നടക്കാനുള്ളൊരു എനർജി, നല്ലൊരു സ്ട്രെങ്ത് നമ്മുടെ ഈ കാലിന് ഉണ്ടാകുന്നുണ്ട്. യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ നല്ലൊരു എനർജി ഉണ്ടാവും. നമ്മൾ ഈ പോസ്റ്റർ എന്ന് പറയുന്ന ഒരുപാട് ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന് നമ്മൾ കാലിനുണ്ടാക്കുന്ന ആ ഒരു ബലം, നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റർ 1-2 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഡെയിലി നമ്മൾ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. കാലിൻ്റെ ഒപ്പുറ്റി വേദന, വെരിക്കോസ് വെയിനൊക്കെ മെയിനായിട്ട് വാദത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക്, കാലിൻ്റെ മരവിപ്പ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് മാറാനൊക്കെ സഹായിക്കും. ഒരുപാട് പേർക്ക് മാറ്റമുണ്ട്. നമ്മുടെ നോർമൽ സ്റ്റുഡൻസ് ഒരുപാട് പേരൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിലൊക്കെ എണീച്ച് കാലും കൈയൊക്കെ ഭയങ്കര പെയിനാക്കിയിട്ടൊക്കെ ഇരുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു പെയിൻ ഇല്ല, ഇപ്പം നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ എനിക്ക് ഈ ഒരു കുഴപ്പമൊന്നും ഇല്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് ഭാവിയിൽ ഇത് വരില്ല. ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊന്നും വരില്ല. വലത് കാലം ഓപ്പൺ ചെയ്യുക. ഇടത് കാല് മടക്കി വലത് കാലിന് തുടയിൽ ചവിട്ടി വെച്ച് വലത് കാല് നീട്ടിയിടാം. ഇടത് കാലം മടക്കി വലത് കാലിന് തുടയിൽ ചവിട്ടി വയ്ക്കുക. വെച്ചോ. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് വരുത്താൻ. ലോക്ക് ചെയ്ത് നന്നായിട്ട് ബോഡി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളെ ശരീരം മൊത്തം ലൂസാക്കി, ബോഡി ലൂസാക്കി വലത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ പിടിച്ച വലത് കാലിൻ്റെ, എന്നിട്ട് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് ചെയ്തേ. ഇടത് കാലം നീട്ടിയിടാം. വലത് കാലം മടക്കി ഇടത് കാലിന് തുടയിൽ ചവിട്ടി വെച്ചോ. ശ്വാസം എടുത്ത് കൈ ഉയർത്താൻ. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഒരിക്കൽ കൂടെ ചെയ്യാം. വലത് കാലം നീട്ടിയിട്ട് ഇടത് കാലം മടക്കി വലത് കാലം തുടയിലോട്ട് ചവിട്ടി വെച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ചെയ്തേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക.
ശ്വാസം പുറത്തേക്ക് വിട്ട് ആര്യ മ്യൂട്ട് ചെയ്യട ആര്യ മ്യൂട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ആര്യ മ്യൂട്ട് ചെയ്യാവോ? ആര്യാണോ പേര്? ഓപ്പോസിറ്റ് ചെയ്തേ ഇയാളെ തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഇടത് കാല് നീട്ടിയിടാം. വലത് കാല് മടക്കി ഇടത് കാലിൻ്റെ തുടയോട്ട് ചവിട്ടി വയ്ക്കുക. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ലോക്ക് ചെയ്തേ. നന്നായിട്ട് ബോഡി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തിയ ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്തേ. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്നേ. നന്നായിട്ട് ശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. ആരോ മ്യൂട്ട് ഓണാണ്. ഓക്കെ, ഞാൻ ഓഫാക്കാം. ഓക്കെ, എല്ലാവരും റിലാക്സ് ആയിട്ടിരുന്നോളൂ. നമ്മുടെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഏകദേശം ഒരു ലേഡീസാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് പറയുന്നത്. പഴയ ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. നമ്മൾ പീരീഡ് സമയത്ത് യോഗ പീരീഡ് സമയത്ത് ചെയ്യാമോ? ഇപ്പോൾ ലേഡീസിന് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഒരുപാട് പേര് ഫ്രീ ക്ലാസ് നടക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അയക്കും, ഈ പീരീഡാണ് ചെയ്യാമോ. ഇപ്പോൾ പീരീഡ് സമയത്ത് യോഗ ചെയ്യാമോ? ശരിക്കും പറഞ്ഞാൽ പീരീഡ് സമയത്ത് യോഗ ചെയ്യാൻ പാടില്ല. ഒരുപാട് പേർക്ക് വീട്ടമ്മമാർക്കുള്ള സംശയത്തിനുള്ള ആൻസറാണ് പറയുന്നത്. പീരീഡ് സമയത്ത് യോഗ ചെയ്യാൻ പാടില്ല. അതിൻ്റെ പ്രധാന കാരണം പീരീഡ് സമയത്ത് യൂട്രസിന് റെസ്റ്റ് കൊടുക്കണം. നമ്മൾ യോഗ ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റുള്ള വ്യായാമം പോലെയല്ല. നമ്മൾ യൂട്രസൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന പോസ്റ്ററൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പീരീഡ് സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? യോഗ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ചില ആൾക്കാരുണ്ട് യോഗ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, യോഗ ഭയങ്കര അഡിക്റ്റ്. അതായത് ഒരു ദിവസം യോഗ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അവരൊക്കെ വിളിച്ച് പറയും ഞാൻ ക്ലാസ്സിൽ വന്നോട്ടെ, കയറിക്കോട്ടെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ക്ലാസ്സിൽ വരണം, മിസ് ചെയ്യും എന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ശ്വാസം എടുത്തിട്ട് കൈ ഓപ്പൺ ചെയ്യുന്നില്ലേ, ഇരുന്നിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, പ്രാണായാമം ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാനായിട്ട് പാടില്ല. അത് ട്രെയിനർ പറഞ്ഞു തരും, അതൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്തുകൂടാന്ന് ക്ലാസ്സിൽ പറഞ്ഞു തരും. അതനുസരിച്ച് ചെയ്യാം. ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞ് റെസ്റ്റ് എടുക്കണം. 4 ദിവസം റെസ്റ്റ് എടുത്താൽ നല്ലത്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണ്. ഇനി പീരീഡ് സമയത്ത് യോഗ ചെയ്താൽ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ചോദ്യം. ഒന്നും സംഭവിക്കില്ല, ബ്ലീഡിങ് ആവും. 5 ദിവസം കൊണ്ട് നിൽക്കേണ്ട ബ്ലീഡിങ് 10 ദിവസമായാലും നിൽക്കില്ല. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഞാൻ പീരീഡ് സമയത്ത് യോഗ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യിപ്പിച്ച് എല്ലാവരെയും പഠിപ്പിക്കുമായിരുന്നു. പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് 10 ദിവസമായാലും സ്റ്റോപ്പ് ആവാത്ത ദിവസങ്ങളുണ്ട് ആദ്യം. ഇപ്പം ഞാൻ പഠിപ്പിക്കുമെങ്കിലും അങ്ങനെ ചെയ്യില്ല, അധികം ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഞാൻ തന്നെയാണ് തെളിവ്. ഇതിൽ പലരും തെളിവ് ആർക്കും കൊടുക്കണ്ടല്ലോ അല്ലേ, നമുക്ക് സംഭവിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ ഓരോ ദിവസം ഓരോരോ സംശയങ്ങളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരാഴ്ച യോഗയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും. അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തൈറോയ്ഡ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയിലെ എക്സസൈസാണ് ചെയ്യാവുന്നത്. തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് വരില്ല, ഉള്ളവർക്ക് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. 100ൻ്റെ മെഡിസിനൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു 70ൻ്റെ മെഡിസിനൊക്കെ കുറയും. ഒരു 16 പോയിൻറ്റ് 10 പോയിൻ്റൊക്കെ ഉള്ള മെഡിസിൻ കഴിക്കുന്നതാണെങ്കിൽ പൂർണ്ണമായിട്ട് യോഗ ചെയ്യുന്നതിലൂടെ തൈറോയ്ഡ് പൂർണ്ണമായിട്ട് മാറും. എല്ലാ ദിവസവും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസം കഴിച്ചാൽ മതി. ആ രീതിയിലൊക്കെ തൈറോയ്ഡിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു എക്സസൈസാണ് ചെയ്യാം. നട്ടലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വെച്ചേ. കാലിങ്ങനെ മടക്കിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാല് നീട്ടിയിട്ടിരുന്നോളും. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെക്കാം. നടു ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ചുമരിൽ ചാരിയോ അങ്ങനെ വേണമെങ്കിൽ ഇരുന്നോളും. ആദ്യം കഴുത്ത് മാക്സിമം പുറകിലോട്ട് കൊണ്ടുപോകുക. ഡൗൺ അപ്പ് ഡൗൺ up down up down up. മാക്സിമം പുറകിലോട്ട് കൊണ്ടുപോയാൽ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ താടി നെഞ്ചിൽ മുട്ടിക്കും. സെൻറ്റർ റിലീസ് ചെയ്യുക. വലത് സൈഡിലോട്ട് നോക്കുക. 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ 1 center 2 center
1 സെൻറ്റർ 2 സെൻറ്റർ. സാവധാനം റിലീസ് ചെയ്യുക. വലത് സൈഡിലോട്ട് കഴുത്തിന് ചരിച്ചു കൊടുത്ത് വലത് കൈ കൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ നല്ലൊരു സ്ട്രെച്ച് വരണം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 സെൻറ്റർ. ഓപ്പോസിറ്റ് ഇടത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇടത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 സെൻറ്റർ. സാവധാനം റിലീസ് ചെയ്യുക. ഷോൾഡർ പെയിനൊക്കെ മാറുന്നതിനായിട്ടുള്ള എക്സസൈസാണ്. രണ്ട് കൈ മടക്കി ഇങ്ങനെ ഷോൾഡറിൽ വെച്ച് രണ്ട് കൈയുടെ മുട്ട തമ്മിൽ ടച്ച് ചെയ്ത് നന്നായിട്ട് പുറകിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 ഓപ്പോസിറ്റ്. 1 2 3 4 5 6 സാവധാനം റിലീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്രസ്റ്റിൽ ക്യാൻസർ ഒന്നും വരാതിരിക്കേണ്ട എക്സസൈസാണ് ചെയ്യുന്നത്. രണ്ട് കൈ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 ഒരിക്കൽ കൂടെ ചെയ്ത 1 2 3 4 5 6 7 8 9 10 സാവധാനം റിലീസ് ചെയ്യാം. രണ്ട് കൈ മുന്നിലോട്ട് നീട്ടാം. 1 2 3 4 5 6 കൈ തിരിച്ചു പിടിച്ച് കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6 കൈ ചുരുട്ടി പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 ഓപ്പോസിറ്റ്. 1 2 3 4 5 6 വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് 1 2 1 2 1 2 1 2 സാവധാനം റിലീസ് ചെയ്യാം. ഗുഡ്. രണ്ട് കൈ കാലിൻ്റെ മുട്ടിലോട്ട് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 ഗുഡ്. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. സാവധാനം കണ്ണു തുറക്കുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ നീട്ടിയിട്ടോളും. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 കാലിൽ തുടക്കം അനക്കി. 1 2 3 ഒരിക്കൽ ചെയ്യുക. 1 2 3 കാലിൽ തുടക്കം അനക്കുക. 1 2 3 അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇടത് കാലിൻ്റെ പുറത്ത് വലത് കാലം എടുത്ത് വയ്ക്കുക. അതായത് ഇടത് കാലിൻ്റെ തള്ള വരണ്ട പുറത്ത് വലത് കാലിൻ്റെ ഉപ്പുറ്റി എടുത്ത് വയ്ക്കുക. വെച്ചോ? കണ്ടോ? കാലിൻ്റെ ഉപ്പുറ്റി വേദന മാറേണ്ടതാണ്. 1 2 വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചോളൂ. 3 4 5 6 ഇനി ഓപ്പോസിറ്റ് ചെയ്തേ. വലത് കാലിൻ്റെ തള്ളവരലിൻ്റെ പുറത്ത് ഇടത് കാലെടുത്ത് വയ്ക്കും. അച്ചോ? വലത്തോട്ട് ഇടത്തോട്ടൊന്ന് ചരിച്ചു കൊടുത്തേ. 1 2 3 4 5 6 സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. രമ്യ എന്ത് പറ്റി? റെക്കോർഡ് ക്ലാസ് ചെയ്തില്ലേ? ലൈവിൽ വന്ന് ഇതിൽ ചെയ്തിട്ട് പിന്നെ റെക്കോർഡ് കൂടെ ചെയ്യാന്നാ? ആഹാ, രണ്ടു നേരം ചെയ്യാന്നാ? എന്താടാ? ഓ, എന്നെ കാണാൻ വന്നതാ. എനിക്ക് വയ്യ. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അല്ല, ഇത് ക്ലാസ് നമ്മൾ ഫ്രീ ക്ലാസ് കൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ റെക്കോർഡ് ഇട്ട് തന്നത്. ഓക്കെ 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 ഓക്കെ. സെറീന എന്ത് പറ്റി? ലൈവ് ക്ലാസ് എന്നെ കാണാൻ വന്നേ തന്നെ? ഓ അങ്ങനെ. ഓ ശരി ശരി. ഓക്കെ
കുറച്ച് സമയം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല, ലൈവായിട്ടൊക്കെ ചെയ്യുന്നേ. ഓക്കെ ശരി കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ സൂര്യ നമസ്കാരം വർക്കൗട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ അടിപൊളിയായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെക്കോർഡ് ക്ലാസ് തന്നത്. പിന്നെ ലൈവ് വേണമെങ്കിൽ വരാം, കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് പിന്നെ ലൈവ് ആണ് ഇഷ്ടം, ചിലർക്ക് റെക്കോർഡ്. പിന്നെ റെക്കോർഡ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് നിർത്തി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ സ്റ്റുഡൻസിനെ സൂര്യ നമസ്കാരം എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേറെ റെക്കോർഡ് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞോണ്ട്. വേറെ പ്രശ്നമുണ്ട്, ഈ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് എടുക്കും. ലൈവ് ആകുമ്പോൾ കണ്ടിന്യൂസ് 1 മണിക്കൂർ അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ അങ്ങനെ. ശരണ്യ അതുകൊണ്ടാണ് വന്നത്. ശരണ്യ എന്നെ കാണാൻ വന്നതാ. ഓഹോ ഓക്കെ ശരി. അല്ല ഞാൻ പിന്നെ ലൈവ് വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ സൂര്യ നമസ്കാരം എല്ലാം ചെയ്യാൻ പറ്റും റെക്കോർഡ് ക്ലാസ്സിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ സാരമില്ല, ചെയ്തോളൂ, അത് കുഴപ്പമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ബ്രേക്ക് എടുത്ത് ഇരിക്കണ്ട. ഓക്കെ, ഇനി ബാക്കിയുള്ളവരൊക്കെ എണീച്ച് ചെയ്തോളൂ, വർക്കൗട്ട് എല്ലാവരും വന്നോളൂ. ആദ്യമായിട്ട് വന്നതുകൊണ്ട് ബോഡിയൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ ചെറിയ പോസ്റ്റേഴ്സൊക്കെ ചെയ്യും. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക. അത് നമ്മൾ ചെറിയ ലൂസനിങ് എക്സസൈസ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. 2 കൈ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക, റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. കൈയൊക്കെ ഒന്ന് വീശി കൊടുത്ത്. ഗുഡ്. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 9 10. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. പറ്റുന്ന എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യാവോ? എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്താൽ സന്തോഷമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്പീഡ് അനുസരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പുതിയ ആൾക്കാരൊന്ന് ക്യാമറ ഓൺ ചെയ്താൽ പറ്റുന്നവർ 1-2 പേരെങ്കിലും 1-2 പേരെങ്കിലും ക്യാമറ ഓൺ ചെയ്യൂ. സാവധാനം തിരിച്ചു വരാം. 2 കൈ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കുക. 2 കൈ ഇടുപ്പിലോട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യും. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. 2 കൈ 1 2 3 4 ചെയ്തേ. 1 2 3 4. പുറകിൽ അടിച്ച് 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. ഗുഡ്. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. 2 കൈ ഇടുപ്പിലോട്ട് വെച്ച് 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. റിലീസ് ചെയ്യാവുന്ന. റിലാക്സ് ആയിട്ട് തന്നെ. റിലാക്സ് എന്ന് പറയുമ്പോൾ 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ പുറകിൽ കെട്ടിയേ. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് നിൽക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ഗുഡ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇടുപ്പിൻ്റെ 2 സൈഡ് നല്ല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ്. 2 കൈ സ്ട്രൈറ്റ് ആക്കി വെച്ചോ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്യുന്ന എല്ലാവരും. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ പുറകിൽ കെട്ടിയേ. തല പുറകിലേക്ക് വെച്ചൊന്ന് കണ്ണടച്ച് ചെയ്യുന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക.
സാവധാനം തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ ഇങ്ങനെ പുറത്ത് പിടിച്ചേ. 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കുക. ഗുഡ്. ഇനി ഡിസ്ക് കംപ്ലൈൻറ്റ് നട്ടല് തേയ്മാനമുള്ളവരൊന്നും ചെയ്യരുത്. അടുത്തത് ഡിസ്ക് കംപ്ലൈൻറ്റ് നട്ടല് തേയ്മാനമുള്ളവരൊന്നും ചെയ്യരുത്. മിണ്ടാതെ നിന്നോ. ബാക്കിയുള്ളവർ മാത്രം ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. റിലാക്സ് ആയിട്ട് നിൽക്കുക. ഡിസ്ക് കംപ്ലൈൻറ്റ് നട്ടിൽ തേയ്മാനമുള്ളവർ കുനിഞ്ഞിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് വീണ്ടും പെയിൻ കൂടും. അതുകൊണ്ട് ചെയ്യരുത്. കുനിഞ്ഞിട്ടുള്ളതൊന്നും ചെയ്യരുത് ആരും. ആരോഗ്യ പ്രശ്നമുള്ളവർ. ചെറിയൊരു വർക്കൗട്ടും കൂടെ ചെയ്യുക. രണ്ട് കൈ മുകളിലേക്ക് വരുത്തിയേ. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്തേ. രണ്ട് കൈ പുറകിൽ കെട്ടിയേ. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് നിൽക്കുക. നിങ്ങളുടെ ഹാർട്ടൊക്കെ ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ബോഡിയിലൊന്ന് മാറ്റത്തെ ശ്രദ്ധിക്കുക. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുവാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിയുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക്. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ആരും മ്യൂട്ട് ഓൺ ആക്കരുത് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓൺ ആക്കിയാൽ മതി. ടൈം തരാം പറയാൻ. അവസാനം 5 മിനിറ്റ് ടൈം തരാം. റിലാക്സ് ആയിട്ട് നിൽക്കാം. എല്ലാവരും ഓക്കെ ആണോ? പുതിയ ആൾക്കാരൊക്കെ ഓക്കെ ആണെങ്കിൽ കാണിച്ചേ കൈ. ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ ഗുഡ്. എല്ലാവരും ഓക്കെ ആണോ? ബ്രേക്ക് വേണം? വേണ്ട. ചെയ്യാലോ. അടുത്ത് ഇപ്പം നമ്മൾ ചെയ്ത് വർക്കൗട്ടാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് യോഗ. യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന താടാസനയാണ്. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തിയേ. ലോക്ക് ചെയ്തേ. കൈ കോർത്ത് പിടിക്കുക. നന്നായിട്ട് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിച്ചേ. പിടിച്ചോ. സാവധാനം കാലിൻ്റെ ഉപ്പുറ്റി കൂടെ ഉയർത്തി കൊടുത്തേ. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വെച്ച് ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ പേരാണ് താടാസനം. ഇത് ചെയ്യുന്നതുകൊണ്ട് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മാറാൻ വേണ്ടി സഹായിക്കും. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടും. കേൾവിശക്തി കൂടും. നമ്മുടെ ബോഡി നല്ല ആക്റ്റീവ് ആകും. അങ്ങനെ ഇവിടെ നമ്മുടെ കാലിലെ ഹാഫ് മസിൽസ് ഒക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നടക്കുന്നതിന് സഹായിക്കും. ഒരിക്കൽ കൂടെ ചെയ്യാം. രണ്ട് കാല് ചേർത്ത് വെച്ച്. രണ്ട് കൈ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഇങ്ങനെ ഉയർത്തുക. ലോക്ക് ചെയ്തേ. കൈ കോർത്ത് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. പിടിച്ചോ. ഇനി നിങ്ങളുടെ നേരെ കാണുന്ന ഒരു പോയിന്റിലോട്ട് നോക്കിയേ. നിങ്ങളുടെ നേരെ കാണുന്ന ഒരു പോയിന്റിലോട്ട് സൂക്ഷ്മമായിട്ട് നോക്കിയേ. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കാല് മുകളിലേക്ക് ഉയർത്തിയേ. ആ ഒരു പോയിന്റിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നേ. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വയ്ക്കുക. ശ്വാസം എടുത്ത് വരാം. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്തേ. രണ്ട് കൈ പുറകിൽ കെട്ടുക. കണ്ണടച്ചിരിക്കുക. എല്ലാവരും കണ്ണടച്ചിരുന്നു. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് ഇടുന്നത് ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അർത്ഥകടി ചക്രാസനയാണ്. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തിയേ. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ മുകളിലേക്ക് ഉയർത്താം. മുകളിലോട്ടൊന്ന് വലിച്ചു പിടിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് ചരിഞ്ഞിരിക്കുക. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഇടത് കൈ ശ്വാസം എടുത്ത് വരച്ച് ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം.
ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ പേര് അർത്ഥകടി ചക്രാസനയാണ്. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇടുപ്പല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവും. ഇവിടുത്തെ ഇടുപ്പല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. ഈ അരക്കെട്ട് നല്ല ഷേപ്പായിട്ട് എന്ത് ചെയ്യും, ഒതുങ്ങി വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇവിടുത്തെ ഫാറ്റൊക്കെ കുറയും. ഡെയിലി ചെയ്താൽ, എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഒരിക്കലും ചെയ്യാം. മ്യൂട്ട് ഓൺ ആക്കരുത് പ്ലീസ്. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കുട്ടികൾ കളിക്കുന്നതാണെങ്കിൽ സാരമില്ല. ഇടത് കൈ ഇടത് ഇടുപ്പിലോട്ട് വെച്ച് ഇടത് കൈ എല്ലാവരും നന്നായിട്ട് ചെയ്തേ, ഹാപ്പി ആയിട്ട്. ഇടത് കൈ ഇടത് ഇടുപ്പിലോട്ട് വയ്ക്കുക. വലത് കൈ ശ്വാസം എടുത്ത് വരുത്തേ. വലത് കൈ ശ്വാസം എടുത്ത് വരുത്തുക. ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ്. വലത് കൈ വലത് ഇടുപ്പിലോട്ട് വെച്ച് ഇടത് കൈ ശ്വാസം എടുത്ത് വരുത്തുക. ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് നിന്ന് രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടി തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. എല്ലാവരും ഇരുന്നോളും. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് കുറച്ചായിട്ട് ചെയ്യിപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നോളും. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറൊന്നുമല്ല. എൻ്റെ സ്റ്റുഡൻസ് യോഗ ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് യോഗ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. കൈയും കാലുമൊക്കെ വലിക്കുക, പിടിക്കുക, ശ്വാസം എടുക്കുക എന്ന് പറയുമ്പോൾ നോർമലി ഒരാൾക്ക് എന്താണ് ഒരു ഇഷ്ടക്കേടുണ്ടാവും. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാവരെയും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളിപ്പോൾ വേറെയുള്ള ഫ്രീ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അതുപോലെ അതിനെക്കാട്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും എൻ്റെ ക്ലാസ്. വേറെ ഒന്നുമില്ല, ഞാൻ ഓരോ പോസ്റ്റേഴ്സ് ചെയ്യിപ്പിക്കുമ്പോഴും എൻ്റെ ഇത്രയും എനർജി എടുത്ത് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ആദ്യം ആ ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ്, വലിച്ച് പിടിച്ച് കാലം ഉയർത്തി താഴ്ത്തിയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നും ആ പോസ്റ്ററിനോട്. എങ്ങനെയാണ് ഇഷ്ടം തോന്നുന്നത്? അയ്യോ, ഇത്രയും ഗുണങ്ങൾ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ അത് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. യോഗ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ചെയ്യരുത്, ആരും ഇഷ്ടപ്പെട്ട് ചെയ്യണം. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി ചെയ്യണം. എൻ്റെ മെൻ്റലി ഫിസിക്കലി എനിക്ക് നല്ലൊരു എനർജി, ഉന്മേഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് യോഗ. എന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് പെട്ടെന്ന് ഗുണം ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓരോ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാണ്, നിങ്ങൾക്ക് ആ പോസ്റ്റർ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഹാപ്പി ആയിട്ട് ചെയ്യണം. ഹാപ്പി ആയിട്ട് ചെയ്യണം. നമ്മൾ അത്രയും ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഗുണം എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇനി ഏകദേശം പേര് നമ്മുടെ ഈ ഒരു ഫ്രീ ക്ലാസ്സിനോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ചെറിയൊരു ഫീസ് ആയതുകൊണ്ട് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നവരുണ്ടാവും. കുറച്ച് ആൾക്കാർ എന്താണെന്ന് വെറുതെ നോക്കാൻ വന്നവരുണ്ടാവും. ചില ആൾക്കാർ ഓരോരോ ഫ്രീ ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടുത്തെ ഫ്രീ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ഫ്രീ ക്ലാസ്, അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ഫ്രീ ക്ലാസ്സിന് ഓടിക്കൊണ്ട് നടക്കരുത് ദയവ് ചെയ്ത്. ഞങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ സാരമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഒരു യോഗ ക്ലാസ്സിൽ നിന്ന് അടുത്ത യോഗ ക്ലാസ്, അടുത്ത യോഗ ക്ലാസ്സിൽ നിന്ന് അടുത്ത യോഗ ക്ലാസ്സിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഓരോ ക്ലാസ്സും ഓരോ രീതി നിങ്ങൾക്ക് കണ്ടുപോകാം, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങൾ പോകണം. ഇപ്പോൾ 1000 രൂപയായാലും 2000 രൂപയായാലും ഫീസൊന്നും നോക്കണ്ട. ആശുപത്രിയിൽ എത്ര രൂപ കൊണ്ട് കൊടുക്കുന്നു അസുഖങ്ങളാകുമ്പോൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. അതാണ് ഈ ഫ്രീ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ഫ്രീ ക്ലാസ്സിന് പൊക്കോണ്ടിരുന്നത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമ്മളിവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നമുക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ക്ലാസ്സിന് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു യോഗ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയായിരിക്കും, ഫോൺ നോക്കിയായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്,
മാറ്റം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ക്ലാസ്സിന്, ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട, നമ്മുടെ ക്ലാസ്സിൽ ഫീസ് കുറവാണ്, ജോയിൻ ചെയ്യാം, അവസരമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മാറ്റം നിങ്ങളതിനെ തിരിച്ചറിയണം. യോഗ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വാനോളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് ചെയ്താലേ അറിയാൻ പറ്റും. ഞാൻ സ്വന്തമായിട്ട് 6 മാസം യോഗ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഓക്കെ, അടുത്ത് നമ്മൾ കിടന്നിട്ടുള്ള വയറ് കുറയ്ക്കുന്ന എക്സസൈസാണ് ചെയ്യുന്നത്. എല്ലാവരും കിടന്നോളൂ. 2 കാലം ഓപ്പൺ ചെയ്യുക, 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്നു. ബോഡിയുടെ ഒരു ഭാഗം പിടിച്ചു വെക്കരുത്, റിലാക്സ് ആയിട്ട് കിടക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം തിരിച്ചു വരാം. 2 കാല് ചേർത്ത് വയ്ക്കുക, 2 കൈ ചേർത്ത് വയ്ക്കുക. 2 കൈ തലയുടെ മുകളിലേക്ക് എടുത്ത് ലോക്ക് സ്ട്രെച്ച് ചെയ്തേ. ബോഡി നന്നായിട്ട് മുകളിലോട്ട് വെച്ച് പിടിക്കുക, കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം റിലീസ് ചെയ്യുക. എല്ലാവരും 2 കാലം മടക്കി കുത്തി വെച്ച്, 2 കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സ് ഉയർത്തിയേ, അരക്കെട്ടിൻ്റെ അടിയിലോട്ട് 2 കൈ ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് വയ്ക്കുക. 2 കാല് നീട്ടിയിടുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കുക. ശ്വാസം എടുത്ത് ഇടത് കാലം ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കുക. എല്ലാവരും ഒന്ന് ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. സാവധാനം കൈയൊക്കെ ഒന്ന് റിലീസ് ചെയ്തേ. 2 കാലം ഓപ്പൺ ചെയ്യുക, 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ച് കിടന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ട് കിടക്കുക. സാവധാനം 2 കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിൻ്റെ അടിയോട്ട് കൈ കയറ്റി വെച്ച് 2 കാലം സ്ട്രെയിറ്റ് ആക്കി ഇടാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലം ഒരുമിച്ച് ഉയർത്തിയ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം 2 കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിൻ്റെ അടിയിൽ നിന്ന് കൈ എടുത്ത് ഒന്ന് റിലാക്സ് ആക്കി കിടക്കുക. 2 കാലം ഓപ്പൺ ചെയ്യുക, 2 കൈ 2 സൈഡിലോട്ട് വെച്ച് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് കിടന്ന്. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് ഇടുന്നതും ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് കിടക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിലോട്ട് കൈ കയറ്റി വെച്ച് 2 കാലം മുകളിലേക്ക് ഉയർത്തുക. സൈക്ലിംഗ് ചെയ്യുക. സൈക്കിൾ ചവിട്ടുന്ന പോലെ ചെയ്ത. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് ചവിട്ടിയേ. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിൻ്റെ അടിയിലോട്ട് കൈ കയറ്റി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് 2 കാലം മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6. 2 കാലം ഓപ്പൺ ചെയ്തേ. 2 കാലം ക്രോസ് ചെയ്താക്കി കൊടുക്കുക. 1 2 3 4
5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് കണ്ണടച്ച് കിടന്നേ. നിങ്ങളുടെ ബോഡിയിൽ വന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക. റിലാക്സ് ആയിട്ട് കിടക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. റിലാക്സ് ആയിട്ട് കിടക്കുക. സാവധാനം തിരിച്ചു വരാം. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ തലയുടെ മുകളിലേക്ക് വരുത്തി ലോക്ക് സ്ട്രെച്ച് ചെയ്ത് ബോഡി നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് സാവധാനം എഴുന്നേറ്റിരുന്നോളും. ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് സാവധാനം എഴുന്നേറ്റ് ഇരിക്കുക. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നട്ടലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ടിലിരുന്ന് ചെയ്താൽ മതി. കട്ടിലിൽ ചാരിയിരുന്നോ അങ്ങനെയെങ്കിലും ചെയ്താൽ മതി. എപ്പോഴും കാലിങ്ങനെ മടക്കി തന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇടയ്ക്ക് കാല് വേദനിക്കുമ്പോൾ കാല് നീട്ടിയിട്ടോ ചുമരി ചാരിയോ ഒക്കെ ഇരുന്ന് ചെയ്യാം. നിർബന്ധമില്ല ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കുറച്ച് ദിവസം കട്ടിലിൽ ഇരുന്ന് ചെയ്ത് നിങ്ങളുടെ ബോഡി ഒന്ന് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ തന്നെ താനെ നിലത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ആരോഗ്യം മാറും. ബിന്ദു എന്ന് പറയുന്ന ആൾ ആദ്യം കട്ടിലല്ലേ ഇരുന്ന് ചെയ്തത്, ഇപ്പോൾ കട്ടിലാണോ ഇരിക്കുന്നത്? പഴയ സ്റ്റുഡൻസ് ബിന്ദു എന്ന് പറയുന്ന ആൾ, ഇയാളെ തന്നെ ചുവപ്പ് കളറ് നൈറ്റി ഇട്ടിരിക്കുന്ന ആൾ ഇപ്പം നിലത്താണോ ഇരിക്കുന്നത്? ആദ്യം കട്ടിലല്ലേ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്, നിലത്ത് തന്നെ. ഓക്കെ. എൻ്റെ വേറെ 1-2 സ്റ്റുഡൻസൊക്കെ കട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് ദിവസം കട്ടിലിൽ ഇരുന്ന് ചെയ്തിട്ട് ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ അവർ തന്നെ താനെ താഴെ ഇരുന്ന് ചെയ്യുന്ന രീതിയിലോട്ട് അവർ മാറും. അങ്ങനെയുള്ളൊരു ആരോഗ്യം ഉണ്ടായി വരും താനെ, നമ്മളറിയാതെ ഉണ്ടായി വരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ യോഗ ചെയ്യുന്നത് എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇത്ര വയസ്സുണ്ട്, എനിക്ക് കാല് മടങ്ങുന്നില്ല, കൈ മടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. കാലും കൈയും മടക്കാൻ വേണ്ടിയിട്ടാണ് യോഗ ട്രെയിനർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടല്ലോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എങ്ങനെ യോഗ ചെയ്ത് നമ്മുടെ ശരീരം ഓക്കെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ ട്രെയിനർ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്തൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പറ്റുന്നതൊക്കെ ചെയ്യണം. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും, ചിലർക്കെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റ്? നമുക്ക് അടുത്ത് പ്രാണായാമം ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. രണ്ട് കൈ ചിമ്മുദ്ര വയ്ക്കുക. നമ്മൾ സൂപ്പർ എന്ന് പറയുന്നില്ല, അതുപോലെ അത്രയേ ഉള്ളൂ. വെച്ച് കാലിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേ എക്സേ ഇൻഹേ എക്സേ ഇൻഹേ എക്സേ. ഇടത് കൈ ചിമ്മുദ്ര, വലത് കൈ നാസിക മുദ്ര. നമ്മുടെ ചൂണ്ട് വിരൽ മടക്കുക. ചൂണ്ട് വിരൽ, നടുവിരൽ മടക്കുക. ഇനി രണ്ട് കൈ തിരിച്ചു പിടിക്കുക, രണ്ട് മൂക്കടച്ചു പിടിക്കുക. മോതിരയിടുന്ന വിരൽ കൊണ്ട് ഒരു മൂക്കടയ്ക്കുക, തള്ള വിരൽ കൊണ്ട് ഒരു മൂക്കടയ്ക്കുക. കണ്ണടച്ചിരിക്കുക. ഇടത് മൂക്ക് തുറന്നേ. ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4. ഇടത് മൂക്കടച്ചേ. രണ്ട് മൂക്കടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ശ്വാസം പിടിച്ചു വെച്ചേ. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് 1 2 3
4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, ശ്വാസം പിടിച്ചു വയ്ക്കുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക, വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക, ലാസ്റ്റ് എക്സിലേഷൻ. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5 6 7 8. സാവധാനം രണ്ട് കൈ റിലീസ് ചെയ്യുക, കണ്ണടച്ചിരിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കണ്ണു തുറക്കുക, രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക, കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടെ, കാലൊക്കെ ഒന്ന് നീട്ടിയിടാം, കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3. കാല് തുടക്കുക, അനക്കുക. 1 2 3. ഒരിക്കലും ചെയ്യാം. 1 2 3. കാല് തുടക്കുക, അനക്കുക. 1 2 3. അങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുക. പുതിയതായിട്ട് വന്നിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പെട്ടെന്ന്. പറഞ്ഞോളൂ. ആര്യ കൈ വെക്കുന്നൊന്ന് പറഞ്ഞു തരാമോ? മൂക്കിൽ പ്രാണായാമം ചെയ്യുന്നതല്ലേ? അതെ അതെ അതെ. രണ്ടാമത്തെ വിരളും മൂന്നാമത്തെ വിരളും മടക്കണം. ആ ഇനി തിരിച്ചെടുത്തേ. ആ തള്ള വിരലുകൊണ്ട് വലത് മൂക്കടയ്ക്കുക, മോതിരിടുന്ന വിരലുകൊണ്ട് ഇടത് മൂക്കടയ്ക്കുക. ഇനി രണ്ട് കൈ ഇങ്ങനെ മാറ്റി. ഓക്കെ, കൈ എവിടെ തിരിച്ച് കാണിച്ച്. ആ അങ്ങനെ. ഓക്കെ, അങ്ങനെ തന്നെ. ഓക്കെ, ഗുഡ്. ആ ഇയാൾ ശരി തന്നെ. റസീന അല്ലേ? റംസീന. ആ ഓക്കെ. വേണ്ട, നമ്മുടെ രണ്ടാമത്തെ വിരളും മൂന്നാമത്തെ വിരളും മടക്കണം. അതായത് കൈ തിരിച്ചെടുത്താൽ മതി. മോതിരിടുന്ന വിരളും തള്ള വിരലും കൊണ്ട് രണ്ട് മൂക്കടച്ച് ഓരോ മൂക്ക് വീതം മാറി മാറി ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയമുണ്ടോ? ഇല്ല, ചോദിച്ചോളൂ. പുതിയതായിട്ട് വന്നിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ക്യാമറ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാമറ മ്യൂട്ട് ഓണാക്കിയിട്ട് ചോദിച്ചാൽ മതി. ഇല്ല, ആർക്കുമില്ല സംശയം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഓക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അടിച്ച ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവർ. സബിത പറഞ്ഞോളൂ. സബിത മ്യൂട്ട് ഓണാക്കി പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഷായറാണ്. കാല് മടക്കി വെക്കാൻ പറ്റില്ല, അത് കാരണമാണ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാല് മടക്കി വെക്കണ്ട, കാല് നീട്ടിയിട്ടിരുന്ന് ചെയ്താൽ മതി. പറ്റുന്ന മാത്രം ചെയ്താൽ മതി. എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പറ്റുന്നത് ആദ്യം ചെയ്ത് 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 വരുമ്പോൾ അവസാനം എല്ലാം പറ്റും. എല്ലാം പറ്റുന്ന രീതിയിലോട്ട് ആക്കി മാറ്റിയിരിക്കും. പോരെ? ഓക്കെ ഓക്കെ. എല്ലാവരോടുമാണ് പറയുന്നത്. നമുക്ക് കാല് മടക്കിയിരിക്കാൻ ഈ പറഞ്ഞ നമ്മളായാലും ആദ്യമായിട്ടൊക്കെ കാല് മടക്കിയിരിക്കുമ്പം ഈ കാലിന് തുടയാൻ ഇങ്ങനെ ഒരു വേദന ഉണ്ടാവും. അത് ഡെയിലി ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഫ്ലെക്സിബിൾ ആവും. ബോഡി ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും മുകളിലിരുന്ന് ആഹാരം കഴിച്ചും ഒക്കെയുള്ള നമ്മുടെ ജീവിത രീതി മാറി. അതുകൊണ്ടാണ് നമുക്ക് താഴെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നത്. പണ്ടുള്ള ആൾക്കാർ എത്ര ഇരുന്നാലും ബുദ്ധിമുട്ടില്ല. നമ്മൾ യോഗ ചെയ്യുമ്പോൾ താഴെ ഇരുന്ന് ഇങ്ങനെ കാല് മടക്കിയിരുന്ന് ചെയ്തു വരുമ്പോൾ നമ്മളെ ബോഡി കാലിൻ്റെ തുടയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമുക്ക് കുറേ സമയം ഇരിക്കാൻ പറ്റും. അത് ഡെയിലി ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു മാറ്റം വരുന്നത്. ഡെയിലി ചെയ്ത് ചെയ്ത് വരുമ്പോൾ മാറ്റം ഉണ്ടാവും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയമില്ല. ആര്യയുടെ വീട് എവിടെയാണ്? മ്യൂട്ട് ഓണാക്കിയേ. എവിടെ? ഓക്കെ ഓക്കെ. പൂവച്ചലൊക്കെ അറിയോ? അവിടെയാണ് എൻ്റെ വീട്.
അവിടെയാണ് എൻ്റെ വീട്. കല്യാണം കഴിഞ്ഞ് വന്നത് ഇങ്ങ് കാട്ടാക്കടയിൽ നിന്ന് വേറെ സ്ഥലത്താണ്, മംഗലയ്ക്കൽ എന്ന് പറയും, പ്ലാവൂർ മംഗലയ്ക്കൽ, വെള്ളറുടെ ചെമ്പൂർ റൂട്ടാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്താടാ റെക്കോർഡ് ക്ലാസ് 1-2 റെക്കോർഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ റെക്കോർഡ് ക്ലാസ് ആയിട്ടില്ല. അത് മെസ്സേജ് അയച്ചാൽ മതി, അയച്ചു തരാം. ഇതേ ക്ലാസ് തന്നെ അല്ല റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് 1-2 അല്ലാതെ സാമ്പിൾ ഒരാൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. അതുപോലെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നവർക്ക് ഇടാം. എനിക്ക് 2 ഫോണുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും മെസ്സേജ് ഇടുന്നൊരു, എപ്പോഴും ഞാനിങ്ങനെ ജോയിൻ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറിലും ആണ് മെസ്സേജ് ഇടുന്നത്. അതിലാണ് എൻ്റെ ഒറിജിനൽ നമ്പർ, അതിലോട്ട് മെസ്സേജ് അയക്കുക എല്ലാവരും. വേറൊരു ഫോണുണ്ട്, അത് എനിക്ക് 1.5 വയസ്സ് 2 വയസ്സാവാതെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അറിയാമല്ലോ, ചെറിയ കുട്ടികളാകുമ്പോൾ ഫോണൊക്കെ എടുത്തറിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകം റെക്കോർഡ് ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോണുണ്ട്. അപ്പോൾ ആ ഫോണ് ഞാൻ ഇങ്ങനെ പുറത്തെടുക്കുമല്ലോ, എടുത്ത് മാറ്റി വെച്ചിരിക്കുക. അതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും ചിലപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അതിൽ വാട്സപ്പ് ഞാൻ അധികം ഓപ്പണൊന്നും ആക്കാറില്ല. ചിലപ്പോൾ ഒരാളെന്ന് മെസ്സേജ് അയച്ചാൽ 3 ദിവസം കഴിഞ്ഞായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഈ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ അയച്ചിട്ടേ കാര്യമുള്ളൂ. ഈ നമ്പറാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലോട്ട് എന്ത് ചെയ്യാം, മെസ്സേജ് എല്ലാവരും അയക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഒരു പോസ്റ്ററും കൂടെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഷോൾഡർ പെയിൻ മാറുന്നതിന് വേണ്ടിയിട്ടും കഴുത്തിൻ്റെ ഇവിടെ നിന്നുണ്ടാകുന്ന മരവിപ്പ്, ഇവിടെ ഇങ്ങനെ നീരിങ്ങനെ കെട്ടുന്ന ബുദ്ധിമുട്ട്, പുറകു വശമൊക്കെ പെയിനൊക്കെ ഉള്ളവർക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയിലെ ട്രീറ്റ്മെൻറ്റാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. നട്ടലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കണ്ണു തുറക്കുക. ശ്വാസം എടുത്ത് കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തും. ശ്വാസം എടുത്ത് ഉയർത്തിയോ. ഇനി ഈ കൈനെ തിരിച്ചു പിടിക്കും, പുറകിലോ ക്രോസ് ചെയ്ത് വെച്ച് പുറകു വശത്ത് ക്രോസ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ടൊന്ന് നടു വളയ്ക്കാതിരിക്കുക, കണ്ണടയ്ക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് ആ ശ്വാസം പിടിച്ചു വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ശ്വാസം പിടിച്ചു വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക. ആ ശ്വാസം പിടിച്ചു വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണു തുറന്ന് ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്താം. കൈ തിരിച്ചു പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ക്ലാസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാരം മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ച് ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ തടഞ്ഞു നിർത്താൻ പ്രാർത്ഥിച്ച് ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുക. ചുണ്ടാവും. താടി താഴ്ത്തുക, താടി ഉയർത്തുക, ഉള്ളംകൈ നന്നായിട്ട് കൂട്ടി തിരുമുക. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വെച്ച് മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. നമ്മുടെ വലത് കൈയുടെ പുറത്ത് ഇടത് കൈ പിടിക്കുക, പുറകിലൂടെ. വലത് കൈയുടെ പുറത്ത് ഇടത് കൈ ഇങ്ങനെ പിടിക്കുക, പുറകിലൂടെ. ശ്വാസം എടുത്ത് ഇതിലേക്ക് വരാം. സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ. നാളെ കാണാം. ഓക്കെ.